കാർഷിക വാർത്തകൾ. PM കിസാൻ തുക വർദ്ധിപ്പിക്കാൻ പദ്ധതിയില്ലെന്ന സർക്കാർ. നിലവിലെ 6000 രൂപയിൽ നിന്ന് 12,000 വർദ്ധിപ്പിക്കാൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ശുപാർശ ചെയ്തിരുന്നുവെങ്കിലും കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകിയിട്ടില്ലെന്ന് കാർഷിക മന്ത്രാലയം വ്യക്തമാക്കി. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതി പ്രകാരം നൽകുന്ന പിന്തുണ നിലവിലുള്ള 6000 രൂപയിൽ നിന്ന് 12,000 രൂപയായി വർദ്ധിപ്പിക്കാൻ വകുപ്പുമായി ബന്ധപ്പെട്ട പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ശുപാർശ ചെയ്തിരുന്നു. എന്നാൽ ഇത് സംബന്ധിച്ച് കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് യാതൊരു നിർദ്ദേശമില്ലെന്നാണ് കേന്ദ്ര കൃഷി കർഷക ക്ഷേമ സഹമന്ത്രി രാംനാഥ് താക്കൂർ വ്യക്തമാക്കുന്നത്. ഭൂമി കൈവശമുള്ള കർഷകരുടെ സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി പ്രധാനമന്ത്രി 2019 ഫെബ്രുവരിയിൽ ആരംഭിച്ച ഒരു കേന്ദ്ര പദ്ധതിയാണ് PM കിസാൻ പദ്ധതി. ഗുണഭോക്താക്കളെ രജിസ്റ്റർ ചെയ്യുന്നതിലും പരിശോധിക്കുന്നതിലും സമ്പൂർണ്ണ സുതാര്യത നിലനിർത്തിക്കൊണ്ട് തുടക്കം മുതൽ 18 ഗഡുക്കളായി ഇന്ത്യ ഗവൺമെന്റ് 3.46 ലക്ഷം കോടി രൂപയിലധികം വിതരണം ചെയ്തിട്ടുണ്ട്. PM കിസാൻ പ്രകാരം വിതരണം ചെയ്ത ഫണ്ടുകൾ ഗ്രാമീണ സാമ്പത്തിക വളർച്ചയിൽ ഒരു ഉത്തേജകമായി പ്രവർത്തിച്ചിട്ടുണ്ട്. കർഷകരുടെ വായ്പാ പരിമിതികൾ ലഘൂകരിക്കുന്നതിനും കാർഷിക ഇൻപുട്ടുകളിൽ നിക്ഷേപം വർദ്ധിപ്പിക്കുന്നതിനും ഇത് സഹായിച്ചതായി വിവിധ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഈ വർഷം റബ്ബറിന് ഉയർന്ന ഡിമാൻഡും മികച്ച വിലയും പ്രതീക്ഷിക്കാമെന്നാണ് വിപണിയിൽ നിന്നുള്ള സൂചന. വാഹന വിപണി സജീവമാകുന്നതോടെ റബ്ബറിന് നല്ല കാലം തെളിയുമെന്നാണ് വിദഗ്ധരുടെ പക്ഷം. വാഹന നിർമ്മാണ വ്യവസായത്തിലും ആരോഗ്യ മേഖലയിലുമാകും ഏറ്റവുമധികം ഡിമാൻഡ്. ചൈനയുടെ സാമ്പത്തിക ഉത്തേജക പാക്കേജുകൾ, രാജ്യാന്തര തലത്തിലെ മികച്ച പണലഭ്യത, തായ്ലൻഡും ഇന്തോനേഷ്യയും പോലുള്ള പ്രധാന ഉൽപാദന രാജ്യങ്ങളിലെ ചരക്കുനീക്ക തടസ്സങ്ങൾ എന്നിവയൊക്കെ ഡിമാൻഡ് ഉയർത്തും. ചൈനയിലെ ബ്ലോക്ക് റബ്ബർ ശേഖരം 13 മാസത്തിനുള്ളിലെ ഏറ്റവും കുറഞ്ഞ അളവിലാണ്. ഈ സ്ഥിതി തുടരുമെന്നാണ് കണക്കാക്കുന്നത്. രാജ്യാന്തര വിപണിയിൽ പ്രകൃതിദത്ത റബ്ബറിനുള്ള വില ഉയരുകയാണ്. ചരക്കുനീക്കത്തിലെ പ്രശ്നങ്ങളും ഡിമാൻഡുമാണ് പ്രധാന കാരണം. കൊക്കോ കർഷകർ മെച്ചപ്പെട്ട ആദായം പ്രതീക്ഷിച്ച് റബ്ബറിലേക്ക് ചുവടുമാറ്റിയിട്ടുണ്ട്. എന്നാൽ ആഗോള വിപണിയിലെ ലഭ്യതക്കുറവ് പരിഹരിക്കാൻ ഇതുകൊണ്ട് സാധിക്കില്ല. ഡിമാൻഡും ലഭ്യതയും തമ്മിലുള്ള അന്തരം തന്നെയാണ് ഇപ്പോഴത്തെ വിലവർധനയ്ക്ക് പിന്നിലെന്നതിനാൽ വർഷം മുഴുവൻ റബ്ബർ വില ഉയർന്നു നിന്നേക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. പച്ചത്തേങ്ങ ലഭ്യത കുറയുന്നതായി റിപ്പോർട്ട്. കരിക്ക് വിപണി സജീവമാകുന്നത് പച്ചത്തേങ്ങയ്ക്ക് ഭീഷണിയാകുന്നു. തമിഴ്നാട്ടിൽ അടുത്ത മാസത്തോടെ വിളവെടുപ്പ് ആരംഭിച്ചേക്കും. നാളികേരോൽപ്പന്നങ്ങളുടെ ലഭ്യത ഉൽപാദന മേഖലകളിലെ ചെറുകിട വ്യാപാര കേന്ദ്രങ്ങൾ ഇനിയും ഉയർന്നില്ല. ഒട്ടുമിക്ക ഭാഗങ്ങളിലും വിളവെടുപ്പ് പുരോഗമിച്ചെങ്കിലും കൊപ്രയാട്ട് മില്ലുകാരുടെ ഡിമാൻഡിനനുസൃതമായി പച്ചത്തേങ്ങ ലഭ്യത കുറവാണ്. തമിഴ്നാട്ടിൽ നാളികേര വിളവെടുപ്പ് അടുത്ത മാസം അവസാനം ആരംഭിക്കാനാവുമെന്നാണ് വിലയിരുത്തൽ. തമിഴ്നാട്ടിൽ നിന്നാണ് കേരളത്തിലേക്ക് നാളികേരം കൂടുതലെത്തുന്നത്. ഉയർന്ന പകൽച്ചൂടിൽ പല ഭാഗങ്ങളിലും മച്ചിങ്ങ പൊഴിച്ചിൽ വ്യാപകമായത് വർഷാന്ത്യം ഉൽപാദനം കുറയാൻ ഇടയാക്കും. മാത്രമല്ല, കരിക്ക് വിൽപ്പന ലാഭകരമായതിനാൽ കർഷകർ കരിക്ക് വെട്ടാൻ ഉത്സാഹം കാണിക്കുന്നുമുണ്ട്. ഇതും നാളികേരത്തിന് ഭീഷണിയാണ്. പച്ചത്തേങ്ങ കൊപ്ര ലഭ്യത മില്ലുകാരുടെ ആവശ്യത്തിനൊത്ത് ഉയരാത്തതിനാൽ കേരളത്തിലെ മില്ലുകാരും കരുതലോടെയാണ് നീക്കങ്ങൾ നടത്തുന്നത്. കൊച്ചിയിൽ കൊപ്ര 15,100 കാങ്കയത്ത് 14,900 രൂപയിലും വിപണനം നടന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കാപ്പി വിലയിൽ വർധന. ഉൽപാദനക്ഷാമം രൂക്ഷമായതാണ് ആഗോള കാപ്പി വില കൂടാൻ കാരണം. ഏറെ നാളത്തെ ഇടവേളയ്ക്ക് വിരാമമിട്ട് കാപ്പിക്കുരുവില വീണ്ടും ഉയരുന്നു. ബ്രസീൽ, വിയറ്റ്നാം തുടങ്ങിയ പ്രധാന ഉൽപാദന രാജ്യങ്ങളിലെ കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടായ ഉൽപാദനക്ഷാമം മൂലം ആഗോളതലത്തിൽ വില കുതിച്ചുയരുന്നത് തുടരുകയാണ്. ഇതേ തുടർന്ന് ഇന്ത്യയിലെ റോസ്റ്ററുകളും കാപ്പി നിർമ്മാതാക്കളും വീണ്ടും വില വർധനവിന് തയ്യാറെടുക്കുകയാണ്. 2024 തുടക്കം മുതലേ കാപ്പിയുടെ ലേലവില ഇരട്ടിയിലധികം വർദ്ധിച്ചിട്ടുണ്ട്. 50 കിലോ പ്രീമിയം ബീൻ അറബിക്ക ഒരു ബാഗിന് 27,500 രൂപ എന്ന നിലവാരം മറികടന്ന റെക്കോർഡ് ഉയരത്തിലാണ്. റോബസ്റ്റ പാച്ച്മെന്റിന്റെ വില 23,600 എന്ന നിലവാരത്തിലാണ്. അതേസമയം സംസ്ഥാനത്ത് കൽപ്പറ്റ വിപണിയിൽ 700 രൂപയാണ് ഉയർന്നത്. പ്രീമിയം ബ്ലെൻഡുകളുടെ വില കിലോഗ്രാമിന് 880 രൂപ മുതൽ 900 എന്ന നിലയിലാണ്. ആഭ്യന്തര ബിസിനസ്സുകൾ നിലനിൽക്കാൻ അത്യാവശ്യമായതിനാൽ കാപ്പി കയറ്റുമതിയിൽ തീരുവ ചുമത്താൻ ഇടപെടണമെന്നാവശ്യപ്പെട്ട് ICTA സർക്കാരിനെ സമീപിക്കാൻ നിൽക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സംസ്ഥാനത്ത് പലയിടങ്ങളിലും സപ്ലൈകോ നെല്ല് സംഭരിക്കാത്തത് നെൽകർഷകരെ പ്രതിസന്ധിയിലാക്കുന്നു. രണ്ടാം വിള നെല്ല് സംഭരണം പരാതിരഹിതമാക്കാൻ സർക്കാർ നിർദ്ദേശം നൽകി. സപ്ലൈകോ നെല്ല് സംഭരിക്കാത്തതിനാൽ കർഷകർ കുറഞ്ഞ വിലയ്ക്ക് സ്വകാര്യ മില്ലുകാർക്ക് നെല്ല് വിൽക്കേണ്ടി വരുന്നു. സപ്ലൈകോയ്ക്ക് നെല്ല് നൽകുമ്പോൾ ലഭിക്കുന്നതിനേക്കാൾ 5 രൂപയിലേറെ കുറഞ്ഞ വിലയ്ക്കാണ് സംസ്ഥാനത്ത് പലയിടത്തും സ്വകാര്യ മില്ലുകാർ നെല്ല് വാങ്ങുന്നത്. ഇത്തരത്തിൽ നെല്ല് വിൽക്കുമ്പോൾ 10,000-കണക്കിന് രൂപയുടെ നഷ്ടമാണ് കർഷകർക്കുണ്ടാകുന്നത്. നെല്ല് സൂക്ഷിച്ചു വയ്ക്കുന്നതിൽ പ്രായോഗിക പ്രയാസമുള്ളതിനാൽ കർഷകർക്ക് മറ്റ് മാർഗമില്ലാത്ത സാഹചര്യമാണുള്ളത്.
രണ്ടാം വിള നെല്ലു സംഭരണം പരാതിരഹിതമായി നടത്താൻ സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇതിനാവശ്യമായ ഉദ്യോഗസ്ഥരെ ഉടൻ നിയോഗിക്കാനും മന്ത്രി GR അനിലിന്റെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിൽ നിർദ്ദേശമുണ്ട്. കൃഷിവകുപ്പിൽ നിന്നുള്ള പാടി പ്രൊക്യൂർമെന്റ് അസിസ്റ്റന്റ്മാരെ ഉടൻ നിയമിക്കണം. ഇതിനായി ജില്ലാതലത്തിൽ നടപടി സ്വീകരിക്കണം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വംശനാശ ഭീഷണി നേരിടുന്ന നാടൻ ശുദ്ധജല മത്സ്യങ്ങളുടെ സംരക്ഷണത്തിന് നൂതന പദ്ധതിയുമായി ജൈവ വൈവിധ്യ ബോർഡ്. പ്രാദേശിക സമൂഹങ്ങളെ ശാക്തീകരിക്കുന്നതിനൊപ്പം കേരളത്തിന്റെ ജലപൈതൃകം സംരക്ഷിക്കുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് പദ്ധതി. ഗവേഷകരെയും പ്രാദേശിക മത്സ്യത്തൊഴിലാളി സമൂഹത്തെയും ജൈവ വൈവിധ്യ പരിപാലന സമിതികളെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നാടൻ ശുദ്ധജല മത്സ്യ ഇനങ്ങളെ സംരക്ഷിക്കാനുള്ള പദ്ധതി നടപ്പിലാക്കുക. ഉൾനാടൻ ജൈവ വൈവിധ്യ സംരക്ഷണവും ഭാവി മത്സ്യങ്ങളുടെ പ്രജനന കേന്ദ്രങ്ങൾ സ്ഥാപിക്കലും എന്ന പേരിലാകും സംരംഭം ആരംഭിക്കുക. പ്രാദേശിക സമൂഹങ്ങളെ ശാക്തീകരിക്കുന്നതിനൊപ്പം കേരളത്തിന്റെ ജലപൈതൃകം സംരക്ഷിക്കുന്നതിനുള്ള കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഇത് നടപ്പിലാക്കുന്നത്. ക്യാപിറ്റീവ് ബ്രീഡിംഗ്, നാടൻ മത്സ്യങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കൽ, സുസ്ഥിരമായ ഉപജീവന മാർഗം പ്രോത്സാഹിപ്പിക്കൽ എന്നിവയിൽ പദ്ധതി ശ്രദ്ധ കേന്ദ്രീകരിക്കും. വംശനാശ ഭീഷണി നേരിടുന്ന 10 മത്സ്യ ഇനങ്ങളെ സംരക്ഷിക്കുന്നതിനാണ് KSBBV പ്രാരംഭഘട്ടത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സ്റ്റഡീസിന്റെയും അക്വാട്ടിക് ബയോളജി ആൻഡ് ഫിഷറീസ് വകുപ്പിന്റെയും കേരള വനം വകുപ്പിന്റെയും സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.